UDF-ലെ 2 വിഭാഗത്തിൽ നിന്നും 25-ൽ കുറയാത്ത വോട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് 35,000 വോട്ടിന് മേലെ സ്വരാജ് കയറില്ല. 45,000 വോട്ടിലേക്ക് ഷൗക്കത്ത് എത്തിയാൽ അവൻ്റെ ഭാഗ്യം. അതിനുള്ള സാധ്യത. കാരണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നും. ഇപ്പം മിനിയാന്ന് 4 ആൾ പ്രകടനം നടത്തിയപ്പോഴാണ് അൻവറിന് ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതുവരെ നിങ്ങളെന്താ വിചാരിച്ചിരുന്നത്? നിങ്ങളീ കാണുന്നതും നിങ്ങളീ വിചാരിക്കുന്നതും നിങ്ങളീ സംസാരിക്കുന്നതും അല്ല നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സ്. എത്തല്ല. എങ്ങനെ തന്നെ അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെയും കൂട്ടാന്ന്. അതൊക്കെ നിങ്ങൾ ഗുണഘോഷം. ഞാൻ മാത്സിൽ വളരെ മോശമാണ്. എനിക്ക് കണക്കങ്ങനെ പെട്ടെന്ന് പിടിയിട്ടില്ല. ഓൾ ഓവർ കേരള, നോട്ട് ഓൺലി ഇൻ നിലമ്പൂർ, ഓൾ ഓവർ കേരള. ആ പൊളിറ്റിക്സ് ഞാൻ പറയുന്നത്. ആ പൊളിറ്റിക്സ് തിരിച്ചറിയാൻ UDF-ന്റെ ലീഡർഷിപ്പിന് സാധിക്കണം. അതിൻ്റെ ഒരു എവിഡൻറ്റ്. കാരണം ഞാൻ മാസങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് ഞാനിങ്ങനെ മത്സരിക്കാൻ ഉദ്ദേശിച്ചല്ലോ. ദൈവം നിയോഗിക്കപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. ഒരാഴ്ചയിലായിട്ടുള്ളൂ വാതിലടച്ചിട്ട്. ഇല്ല, മാറ്റമില്ല. 75,000 മിനിമം എന്ന് പറഞ്ഞാൽ മാക്സിമം അവിടെ കിടക്കുന്നുണ്ടല്ലോ. അത് അതിശയോക്തിപരമെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളൊക്കെ ഇപ്പോൾ വിചാരിക്കുന്ന എന്താ, എവിടെ നിന്ന് കിട്ടാൻ? ജനം ഒരു വേറെ സ്റ്റൈലിലേക്ക് ചിന്തിച്ചു. അത് അവരുടെ അനുഭവമാണ്. 7 മണിക്ക് വാതിലടച്ച് കട അടച്ച് വീട്ടിലേക്ക് പോകേണ്ട കച്ചവടക്കാരാണ് ഈ നാട്ടിലുള്ളത്. നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ സ്വരാജ് സെക്കൻഡ് ഷോക്കൊക്കെ പോകുന്നുണ്ടാവും. കാരണം പുള്ളി ഇപ്പോൾ ടൗണിൽ താമസിക്കുന്നുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയിലല്ലാതെ 7 പഞ്ചായത്തിലെ ജനങ്ങൾ ഒരു സെക്കൻഡ് ഷോക്ക് പോയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും. കാരണം എന്താ? തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. ജാഥ നയിക്കുകയാണ് ഇവിടെ പന്നികൾ. കഴിഞ്ഞ അസംബ്ലിയിൽ ഒരു വർഷം മുമ്പ് വന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇവർ പഠനം നടത്തിയ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ എത്ര പന്നികളുണ്ട് കൊടുത്ത കണക്ക് എത്ര അറിയാം നിങ്ങൾ? 2000 പന്നി. 2000 പന്നി. അന്ന് രാജു മിനിസ്റ്ററാണ് ഫോറസ്റ്റ്. ഞാൻ പറഞ്ഞു 2 ബാഗൺ നിലമ്പൂരിലേക്ക് വിടാൻ പറഞ്ഞു. ഒരു 50,000 പന്നിയെ ഞാൻ കയറ്റി തരാന്ന് പറഞ്ഞു. കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ ഇവിടെ ഈ 1 കിലോമീറ്ററിൽ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഇവിടെ 200 പന്നി ഉണ്ടാവും ഒരു 25 ഏക്കറിന്റെ ഉള്ളിൽ. എന്നിട്ടാണ് ഇവരെ കൊടുക്കുന്ന കണക്ക്. ഏത് 2000? ഇവിടെ മുമ്പ് ഇവിടെയൊക്കെ തോക്കുണ്ടായിരുന്നു. എല്ലാ കർഷകർക്കും ലൈസൻസ്ഡ് തോക്കുണ്ടായിരുന്നു. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ആ തോക്ക് ഒരാൾക്കും ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കുന്നില്ല. ആ തോക്ക് കൊടുക്കുന്നതിനെ വന്യമൃഗത്തെ വെടിവെക്കാൻ ആക്രമിച്ചാൽ. അപ്പൊ ഓരോ ഘട്ടത്തിലും ആളുകളെ ഈ പറയുന്ന വന്യമൃഗ ആക്രമണത്തിലേക്ക് തള്ളിവിടുകയാണ്. എന്നിട്ട് നിർബന്ധിതാവസ്ഥയിൽ ഇറങ്ങി വരണം. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ചിത്രം. ജയിച്ചു കഴിഞ്ഞിട്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? എന്നെ ജയിപ്പിച്ച ജനങ്ങളും എന്നെ സഹായിച്ച സാമൂഹിക രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരും ഒക്കെ ആലോചിച്ചിട്ട് ഒരു 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 കൃത്യമായ ആലോചനയുടെ ഭാഗമായിട്ട് തന്നെ ഞാൻ ജയിച്ചു, നമ്മൾ ഉണ്ടാവില്ലേ? നമ്മൾ ആ ഒരു ചർച്ചകൾ നടത്തിയിട്ട് ഇത് എങ്ങനെ ഈ വിഷയത്തെ കൊണ്ടുപോകണം, എങ്ങനെ ഇതിനെ അഡ്രസ്സ് ചെയ്യിപ്പിക്കണം, ആരിതിനെ അഡ്രസ്സ് ചെയ്യും, ആ അഡ്രസ്സ് ചെയ്യുന്ന മുന്നണിയോ പാർട്ടിയോ ആയാൽ അവർ സിൻസിയറായിട്ട് നിൽക്കുമോ? അത് നിൽക്കണമെങ്കിൽ എന്തൊക്കെ ഡിമാൻഡ്സാണ് നമ്മൾ വെക്കേണ്ടത്? അവരെന്താ ഇത്ര ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ല, ഇപ്പോഴും പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഞാൻ മനുഷ്യരെ കാണാൻ പോവുകയാണ്. എനിക്ക് പ്രകാശിന്റെ കുടുംബം മനുഷ്യവർഗത്തിൽ പെട്ടതല്ല എന്നല്ല എൻ്റെ അർത്ഥം. എന്നോടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചോദിക്കുമല്ലോ. നിങ്ങൾ ആരോ ചോദിച്ചു കേട്ടില്ലല്ലോ. ഞാൻ മനുഷ്യരെ പരമാവധി മനുഷ്യരെ കാണാൻ നടക്കുകയാണെന്നാണ് കേട്ടി. ഏതിലപ്പോൾ കണ്ടത്? നീ കാണിച്ചപ്പോ ഏഷ്യാനെറ്റോ എല്ലാ ചാനലും ഉണ്ട്. നിങ്ങൾക്ക് ആരും തിരിച്ചു ചോദിച്ചായിട്ട് ഞാൻ കണ്ടില്ല. സ്വരാജ് സ്ഥാനാർത്ഥി ഈ ക്യാൻ ഗോ എനി ആവും. അതിനെന്താ കുഴപ്പം? അതിനൊന്നും ഒരു കുഴപ്പമില്ല. അല്ല, അതപ്പോൾ ഞാൻ പറഞ്ഞത് അരുൺ ശ്രദ്ധിച്ചില്ല. നമ്മളെ സഹായിച്ചവരും ഈ രാഷ്ട്രീയത്തോട്, ഞാൻ പറയുന്ന രാഷ്ട്രീയത്തോട് യോജിക്കുന്ന 103ഓളം കർഷക സംഘടനകളോടുണ്ട്. അത് പരമപ്രധാനമാണ്. സാമൂഹിക സംഘടനകളുണ്ട്, സാമുദായിക സംഘടനകളുണ്ട്, അല്ലാത്തവരുണ്ട്. ഈ ലീഡർഷിപ്പും അവർ അണികളുമായി
നല്ലൊരു കൂടിയാലോചന നടത്തിയിട്ട് നമ്മളൊരു തീരുമാനം എടുക്കും. പരാജയപ്പെട്ടാൽ വീട്ടിൽ പോകുമില്ല, ഞാൻ അവിടെ ഉണ്ടാവും. അത് ശരി, എത്ര പരാജയം. ഞാൻ ഇപ്പം ഈ എന്താ പറയുക, 2011 ഏറനാട്, 2014 പാർലമെന്റ് വയനാട്, 2016 ഈ പറയുന്ന നിലമ്പൂര്, അതിൽ ജയിച്ചു. ഇത് രണ്ട് തോറ്റു. പിന്നെ 19 പൊന്നാനി, അവിടെയും തോറ്റു. പിന്നെ 21 നിലമ്പൂര്, അവിടെ ജയിച്ചു. അത് കഴിഞ്ഞ് ചേലക്കര, ഞാൻ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ രൂപത്തിൽ തന്നെ അവിടെ നിന്നില്ല, അവിടെ ഞാൻ തോറ്റു. അപ്പൊ 7 തെരഞ്ഞെടുപ്പ് അങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്ന ആരും കരുതണ്ട. നമ്മൾ ഈ പോരാട്ടം തുടരും, നല്ല പോരാട്ടം തുടരും. ഈ ശരീരത്തിനൊരു കുഴപ്പമില്ല, നടക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇനി പോരാട്ടം തുടരും. പിണറായിസത്തിനെതിരെ തന്നെയാണ് എന്റെ വോട്ട്. ഒരു ചുക്കും ആവില്ല. ഞാൻ പിടിച്ചിരിക്കുന്ന വോട്ട് ആന്റി പിണറായിസ് ആണ്, അവരും പിടിച്ചിരിക്കുന്ന വോട്ട് സെമി ആന്റി പിണറായിസ് ആണ്. ആ സെമി ആന്റി പിണറായിസും ഫുൾ ആന്റി പിണറായിസും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന വോട്ട് ഉണ്ടല്ലോ, കണക്ക് കിട്ടുമല്ലോ. എനിക്ക് കണക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കണക്കറിയല്ലോ. ആ കൂട്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്നത് കേരളത്തിൽ മൊത്തമുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഷൗക്കത്തിനെ പിന്തുണക്കാതിരുന്നതിന്റെ ഒരു പ്രധാന കാരണം, ആത്മാർത്ഥമായി പറയാണ്, ഞാൻ അടക്കം ഷൗക്കത്തിനെ പിന്തുണച്ചിട്ടും അദ്ദേഹം പരാജയപ്പെട്ടാൽ എന്തായി? എവിടെ പോയി ആന്റി പിണറായിസം? എവിടെ പോയി ആന്റി ഇൻകംബൻസി? തകർന്ന് തരിപ്പണായില്ലേ? അതോട് കൂടിയിട്ട് പുതിയ കിരീടം വെച്ചിട്ട് പിണറായിക്ക് ഈ ജയല്ല ഇവിടെ ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പിടിക്കുന്ന വോട്ടും ഈ പറയുന്ന UDF വോട്ടും അത് രണ്ടും ആന്റി പിണറായിയാണ്. ഒന്ന് സെമി ആന്റി പിണറായിയാണ്, ഒന്ന് ഫുൾ ആന്റി പിണറായിയാണ്. അതാണ് കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം. അതാണ് രാഷ്ട്രീയം ഇവിടെ വരാൻ പോണത്. പിന്നെ ഞാൻ എത്ര പോരാട്ടം ഒറ്റയ്ക്ക് നടത്തി, എന്നൊക്കെ മുന്നണി ഉണ്ടായിട്ടുണ്ട്. 11 മത്സരിക്കും, ഒറ്റയ്ക്ക് മത്സരിച്ചു. 14 ഒരു പാർലമെന്റിൽ അന്ന് ബഹുമാനപ്പെട്ട സഖാവ് കൊടിയേരി സഖാവ് എന്നോട് പിന്മാറാൻ വേണ്ടിയിട്ട് അന്ന് പറഞ്ഞു. അന്ന് സഖാവ് എന്നോട് പറഞ്ഞ വാക്കിപ്പോഴുമുണ്ട്, അൻവർ നിങ്ങൾ നിലമ്പൂര്, ഏറനാട്, വണ്ടൂര്, തിരുവമ്പാടിയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ആ മാനന്തവാടി 300 കിലോമീറ്ററാണ്, കുട്ട കർണാടകത്തിലാണ്. അപ്പോഴേ മനസ്സിലാക്കാതെ ഞാനൊന്ന് മുന്നോട്ട് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പോരാടിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ മുന്നണി ഇല്ലാതെ വെച്ചിട്ട് എന്താ നാട് വിടാൻ പറ്റുമോ? നിലമ്പൂരിൽ കോൺഗ്രസ് തോറ്റല്ലോ. നിലമ്പൂരിൽ കോൺഗ്രസ് തോൽക്കുന്നില്ലല്ലോ, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. കോൺഗ്രസ് അതിശക്താണ് നിലമ്പൂരിൽ. അവിടെ തോൽക്കുന്നത് ഈ പറയുന്ന ഷൗക്കത്താണ്. കോൺഗ്രസോ UDF നിലമ്പൂരിൽ പരാജയപ്പെടുന്നില്ല. അവിടെ പരാജയപ്പെടുന്നത് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തിന് വിരുദ്ധരായിട്ട് ആ നാട്ടിൽ നിൽക്കുന്നത്. പിണറായിയേക്കാൾ ആളുകൾ വെറുക്കുന്നു ഷൗക്കത്തിനെ, പലരും. അതുകൊണ്ടാണല്ലോ പിണറായിസം അവിടെ നിൽക്കുമ്പോഴും ഷൗക്കത്തിനെ കൊണ്ടുള്ള വിരോധം കൊണ്ട് ആ പിണറായിസത്തിന് എതിരെയുള്ള വോട്ട് പോകുന്നത്. അവിടെയാണ് പ്രശ്നം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റിയൽ ഇഷ്യൂ ഇൻ നിലമ്പൂർ. അതൊന്നും ഇപ്പം നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ല. നിലമ്പൂർക്കാരായ പത്രമാധ്യമ പ്രവർത്തകർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അവർക്ക് മിണ്ടാനും പറ്റില്ല. ഇതാണ് ഇതിൻ്റെ വസ്തുത.